ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹരിപ്പാട് സ്വദേശിയായിരിക്കുന്ന അനീജ ദിവാകരനാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ സഹോദരൻ്റെ മകൾ അഞ്ജലിക്ക് വേണ്ടിയാണ്. ഈ വരുന്ന മെയ് 4 തീയതി ജർമ്മൻ എക്സാം നടക്കുകയാണ്. അവിടേക്ക് പോകാനുള്ള എക്സാം പാസ്സാകാനായിട്ടും അതേപോലെ തന്നെ അവിടെ അക്കോമഡേഷനും വിസയും കിട്ടുവാനുള്ള വഴി തുറക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന അനീജ സിസ്റ്ററിന് വേണ്ടി അത്ഭുതകരമായി സൗഖ്യം, തൻ്റെ കിഡ്നി രോഗം പൂർണ്ണമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ക്രിയാറ്റിൻ നോർമൽ ആകേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ഒരു അത്ഭുത സൗഖ്യം തൻ്റെ മകളിലേക്ക് ആർക്കും കടക്കാനല്ലാത്ത ദൈവം ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ടും അതേപോലെ തന്നെ ഇവരൊരു വീട് വാങ്ങിക്കുവാനായി വീട് ഓൾറെഡി കണ്ടിഷ്ടപ്പെട്ടു. ദൈവം അതിൻ്റെ അത്ഭുത വഴി തുറക്കേണ്ടതിനായിട്ടും ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായിട്ടും അതേപോലെ ഒരു പ്രാർത്ഥന വിഷയം കൂടെ തൻ്റെ സഹോദരൻ്റെ 2 മക്കൾ UK പോകാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി വിസ എടുക്കാനുള്ള ഡേറ്റും കാര്യങ്ങളും എല്ലാം ഇൻ്റർവ്യൂ ഡേറ്റുകൾ കിട്ടേണ്ടതിനായിട്ടും ദൈവം ഇവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രിയ സിസ്റ്ററിനായി പ്രാർത്ഥിക്കാം, അഞ്ജലി സിസ്റ്ററിനായി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എത്ര പേർ വിശ്വസിക്കുന്നു ഈ മെയ് 4 തീയതി ഈ സഹോദരി പാസ്സാകുകയാണ്? ഈ സാക്ഷ്യം കേൾക്കാം. ഇന്നലകളുടെ വേദനകളെയോ ഇന്നലകളുടെ ഫെയിലിയറുകളല്ല, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കുമെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ കരം ഈ സഹോദരിക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. കണ്ണുകൊണ്ടൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവത്തിൻ്റെ കരം ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി, അങ്ങയുടെ കരം ചലിച്ചതിനായി നന്ദി. യേശുവേ, തിരുരക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി. യേശുവേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അങ്ങയുടെ മകൾക്ക് വേണ്ടി അനീജ ദിവാകരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം നടക്കണമേ അപ്പ. കർത്താവേ, ഇത് അത്ഭുതത്തിൻ്റെ സമയമാകണം. അങ്ങയുടെ ആണിപ്പാടുള്ള കരം കൊണ്ട് ഈ മകളെ തൊട്ടതിനായി നന്ദി. അടുത്ത വിഷയം അഞ്ജലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മെയ് 4 തീയതി നടക്കുന്ന എക്സാം പാസ്സായതിനായി നന്ദി. കർത്താവേ, ഈ മകൾ ജർമ്മനിയിൽ പോവുകയും അടുത്ത വിസ കിട്ടിയും അക്കോമഡേഷൻ കിട്ടിയതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു അത്ഭുതം സംഭവിച്ചതിനായി നന്ദി. ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി. യേശുവേ, തിരുരക്തത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മകൾക്ക് വേണ്ടി ഒരു അത്ഭുതം അങ്ങ് വെളിപ്പെടുത്തിയതിനായി നന്ദി. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് കർത്താവെ, ഇവർക്ക് വേണ്ടി ആ കണ്ട ഭവനം വാങ്ങിക്കാനുള്ള വഴി അങ്ങ് തുറന്നതിനായി സ്തോത്രം. ആ ഭവനത്തിനകത്ത് ഇവർ കയറി താമസിക്കുന്നതിനായി നന്ദി. യേശു ജീവിക്കുന്ന ദൈവമാകിയാൽ ഇവർക്ക് വേണ്ടി വലിയൊരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് സഹോദരൻ്റെ 2 മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായി പൂർണ്ണമായ ഒരു വിടുതൽ കർത്താവെ, അവർക്ക് UK പോകാനുള്ള വഴി തുറന്നതിനായി ഇൻ്റർവ്യൂ പാസ്സായതിനായി നന്ദി, വിസ കിട്ടിയതിനായി നന്ദി. ഞാൻ ഒരുമിച്ച് ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വാക്കുമാറാത്തവനാകയാൽ, അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാകയാൽ കർത്താവെ, ഈ സിസ്റ്ററിൻ്റെ ക്രിയാറ്റിൻ നോർമലാകുകയാണ്. അത്ഭുത സൗഖ്യം അങ്ങ് വെളിപ്പെടുത്തി കുടുംബം മുഴുവൻ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും വന്നതിനായി നന്ദി. യേശു കടക്കാരനല്ലാത്തതിനാൽ കർത്താവെ, ഇതൊരു സാക്ഷ്യമാക്കി മാറ്റണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല പ്രിയരെ, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, വചനം നാം ശ്രദ്ധിച്ചാൽ ദൈവവചനത്തിന് ദൈവത്തോളം ശക്തി ഉണ്ടെന്ന് യോഹന്നാൻ പറയുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഈ വചനത്തിനകത്ത് നിനക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നന്മകൾ, സൗഖ്യം ഇപ്പോൾ ആ ഏകാഗ്ര ഹൃദയത്തോടെ ഒരുക്കത്തോടെ തിരുസന്നിധിയിലിരുന്ന് പ്രാപിക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി ഈ വചന സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിക്കുക. അവനിൽ വിശ്വസിച്ച് ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ലെന്നുള്ള ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവനെ കാത്തിരുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ലെന്നുള്ള ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ അവങ്കിലേക്ക് നോക്കിയവരെ മുഖം പ്രകാശിതരായി, അവരുടെ മുഖമോ
ലജ്ജിച്ചു പോയില്ലെന്നുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ലജ്ജ നീങ്ങി ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ വിശ്വസിക്കുന്നു, എൻ്റെ യേശു വാക്ക് മാറാത്തവനാണ്. ഹല്ലേലൂയ. ആ ബൈബിൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഹല്ലേലൂയ, പുതിയ നിയമത്തിനകത്ത് ഒത്തിരി ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അവൻ അവരെ കണ്ട് മനസ്സലിഞ്ഞു. 10 കുഷ്ഠരോഗികളെ കണ്ട് യേശു മനസ്സലിയുന്നത് കാണാൻ പറ്റും. അതേപോലെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ മുമ്പിലേക്ക് ഒരു കുഷ്ഠരോഗി വന്ന് മുട്ടുകുത്തിയിട്ട് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണമേ. യേശു അവൻ്റെ മേലേക്ക് കരം വെച്ച് അവനെ സ്പർശിച്ചുകൊണ്ട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. നമ്മുടെ കർത്താവ് മനസ്സലിയുന്നവനാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ 34-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ എൻ്റെ കർത്താവ് നിന്നെ രക്ഷിക്കുന്ന പകലാണിത്. നിൻ്റെ ജീവിതത്തിനകത്ത് പുതിയതൊന്ന് ചലിക്കാൻ പോവുകയാണ്. ഇതാ നിൻ്റെ അടുക്കിലേക്ക് എൻ്റെ യേശു അടുത്ത് വരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഒന്നുകൂടെ ആഴന്നുകളെ നോക്കി പറയാം. നയനിലെ വിധവ ഇതാ കരഞ്ഞുകൊണ്ട് എല്ലാം അവസാനിച്ചു, ഇനി ആർക്ക് വേണ്ടിയാണ് അവൾ ജീവിക്കുന്നതിനുള്ള ആ വലിയ ഭാരത്തിൽ ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത ആ നിലവിളിയുടെ മുമ്പിൽ എൻ്റെ യേശു മനസ്സലിയുകയാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, യായിറോസ് തൻ്റെ പ്രമാണിത്വം എല്ലാം വിട്ടുകൊണ്ട് ആ പാദപീഠത്തിൽ വന്ന് വീഴുകയാണ് ചെയ്തത്. അവനോട് മനസ്സലിഞ്ഞ് അവൻ്റെ കൂടെ വീട്ടിൽ ചെന്ന് അവൻ്റെ മകളെ എഴുന്നേൽപ്പിച്ച, തലിതാക്കുമി എന്ന് പറഞ്ഞുകൊണ്ട് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച അതേ കർത്താവ് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയോ ജീവിതത്തിനകത്ത് ഒരത്ഭുതം ചെയ്യുകയാണ്. ഇതാ നയിലെ വിധവയുടെ കണ്ണുനീര് അവളോട് അടുത്ത് വന്ന് യേശു പറഞ്ഞു, ഇനി നീ കരയണ്ട. യേശു ഇന്ന് നിന്നെ നോക്കി കരയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശു നിൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഏറ്റെടുക്ക്. ഈ വചനം അയക്കപ്പെടുന്ന വചനമാണ്. ഞാൻ വിശ്വസിക്കുന്നു, അക്ഷരം കൊല്ലുന്നതാണെങ്കിൽ ആത്മാവ് ജീവിപ്പിക്കുന്നതാ. ഇതാ വചനം പുറപ്പെടുമ്പോൾ അവൻ്റെ വചനത്തെക്കുറിച്ച് പറയുകയാണ്, എൻ്റെ വചനം ജീവനും ആത്മാവുള്ളതാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ജീവൻ വെപ്പിക്കുന്ന വചനത്തിൻ്റെ ശക്തി, ആത്മാവുള്ള വചനത്തിൻ്റെ ശക്തി ഇതാ നിന്നിലേക്ക് വെളിപ്പെട്ട് വരികയാണ്. പിതാവിൻ്റെ ആദരത്തിൽ നിന്ന് പുറപ്പെട്ട അവൻ്റെ വചനം അതിൻ്റെ ഇഷ്ടം തികച്ചതിൻ്റെ കാര്യം സാധിപ്പിച്ചിട്ടേ മടങ്ങിപ്പോകത്തുള്ളെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഈ വചനത്തിൻ്റെ കേൾവി അനേകരുടെ ജീവിതത്തിനകത്ത് വലിയ വാതിലുകളായി തീരാൻ പോവുകയാണ്. കാരണം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. കർത്താവെ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുകയാണ്. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ അപ്പ. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെടുന്നതിനായി നന്ദി. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ മിനിറ്റുകളിൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്തത് എന്തോന്ന് ചിലവർക്ക് വേണ്ടി തുറന്നു വരികയാണ്. അതെൻ്റെ സ്പിരിറ്റിൽ വ്യക്തമായി എനിക്കറിയാം. ചിലവരെ ജീവിതത്തിനകത്ത് ഒരു സ്പർശനം നടക്കാൻ പോവുകയാണ്. എൻ്റെ കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ലെന്നുള്ളത്, അവൻ്റെ ചെവി മന്ദിച്ചിട്ടില്ലെന്നുള്ളത്, അവൻ്റെ ചെവി നിൻ്റെ പ്രാർത്ഥനയിൽ അടഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമായി തിരിച്ചറിയാൻ പോവുകയാണ്. 34-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കുമായി തുറന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, എന്നെയും നിങ്ങളെയും ശ്രദ്ധിക്കുന്ന ഒരു കണ്ണുണ്ട്. അതേ നിലയിൽ തന്നെ വിളിച്ചു പറയുകയാണ്, നിൻ്റെയും എൻ്റെയും നിലവിളി കേൾക്കുന്ന ഒരു കാതിത തുറന്നിരിക്കുകയാണ്. വിശ്വാസമുണ്ടെങ്കിൽ ഇത് പ്രാർത്ഥനയുടെ സമയമാണ്, ഇത് ദൈവപ്രവൃത്തിയുടെ സമയമാണ്. ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, നമുക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് വരികയാണ്. ഹല്ലേലൂയ. ഇതാ ശിഷ്യന്മാർ സാഹചര്യത്തിൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോൾ, നാഥാ ഞങ്ങൾ നശിക്കുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുമ്പോൾ, ഇതാ ആ പടകിൽ നിന്ന് എഴുന്നേറ്റ് ആ തിരമാലയും കാറ്റിനെയും ശാസിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി എൻ്റെ കർത്താവ് എഴുന്നേൽക്കുകയാണ്. എൻ്റെ കർത്താവ് ചിലത് ചെയ്യാൻ പോവുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ, കർത്താവെ, ഞങ്ങൾ അധികത്തിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആഴമായി വിശ്വസിക്കുന്നു. ഒരത്ഭുത പ്രവൃത്തി ഇപ്പോൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് അയക്കണമേ അപ്പ. അങ്ങയുടെ കരം നീട്ടണമേ അപ്പ. വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവ് വിശ്വസ്തനം വേണ്ടിക്കൊണ്ട്, എൻ്റെ കർത്താവ് വാക്കുമാറാത്തവനെന്ന് പറഞ്ഞുകൊണ്ട് ആരെയോ മേളിൽ ഇതാ ഒരു വലിയ കരം വരികയാണ്. ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ലോകപ്രകാരം നടക്കത്തില്ല, ഇനിയൊന്നും സംഭവിക്കത്തില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ ഒരു ശബ്ദം വെളിപ്പെടുകയാണ്, ലാസറേ പുറത്തു വാ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവശബ്ദത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പറ്റും, ദൈവശബ്ദത്തിന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പറ്റും, ദൈവശബ്ദത്തിന് നിന്നെ നിറയ്ക്കുവാൻ കഴിയും, ദൈവശബ്ദത്തിന് നിന്റെ വാതിലുകളെ തുറക്കാൻ കഴിയും, ദൈവശബ്ദത്തിന് ചിലവരെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച് നിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയും. ആളയച്ച് നിന്നെ വിടുവിക്കുന്ന, ആളയച്ച് നിന്നെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരമിത ചിലവർക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. അങ്ങനെ ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുന്ന, ശ്രദ്ധിക്കുന്ന ചിലവരെ നോക്കി ഞാൻ
ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നമ്മുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. വചനം അയക്കപ്പെട്ടതാണെന്നും വചനം എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത 147 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്നവൻ്റെ വചനം. ഇതാ പ്രകാശരശ്മികളെക്കാൾ വേഗത്തിൽ ചലിക്കുന്ന അവൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് എന്നെ കാണുന്ന ചിലവരെ തൊടുകയാണ്. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണ്. ഇതാ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനെ കാത്തിരിക്കുന്ന ആരുടെയൊക്കെ മേളിൽ ശക്തി പുതുകാൻ പോകുന്നു. എൻ്റെ ചെവിയിൽ ആ ശബ്ദം കേൾക്കുകയാണ്, യഹോവയെ കാത്തിരിക്കുന്നവൻ ഇതാ ശക്തിയെ പുതുക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറിയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ആരും പ്രതീക്ഷിക്കാത്തൊരു ഉയർച്ച ഈ മിനിറ്റിൽ സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ മാളിക റൂമിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മാളിക റൂമിൽ ഇതാ തങ്ങളുടെ അരുമനാഥനായ യേശു കർത്താവ് തങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തിനായി അവർ നീണ്ട ദിവസങ്ങൾ കാത്തിരിക്കുകയാണ്. ക്ഷമയോടെ, ആ വാഞ്ചിയോടെ, ആ ദാഹത്തോടെ അവർ കാത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ദാഹത്തിൻ്റെ സമയമായി തീരട്ടെ. ദാഹം ഉണ്ടെങ്കിൽ കർത്താവിൽ നിങ്ങൾ കുടിക്കും. വിശ്വാസത്തോടെ അതിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ. ഇതാ ആ മാളിക റൂമിൽ ഇരിക്കുന്ന ജനം ദാഹത്തോടിരിക്കുന്നവരാണ്. അറിയാം, 1-ാമത്തെ ദിവസം ഇരുന്നു, 2-ാമത്തെ ദിവസം ഇരുന്നു, 5-ാമത്തെ ദിവസത്തിലേക്കായി, 7-ാമത്തെ ദിവസത്തിലേക്കായി, 8-ാമത്തെ ദിവസത്തിലേക്ക്. അതിനകത്ത് ഒരാൾക്കും ഒരു മടുപ്പില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവരോട് വാക്ക് പറഞ്ഞവൻ മാറത്തില്ലെന്ന് അവർക്ക് വ്യക്തമായി അറിയാം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിനകത്ത് വിശ്വസിക്കുന്ന നിന്നോട് ദൈവം സംസാരിക്കുകയാണ്, നിന്നോട് ദൈവം ഇടപെടുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ വാക്കിന് വള്ളിക്ക് പുള്ളിക്ക് മാറ്റം വരത്തില്ലെങ്കിൽ ഈ കേൾക്കുന്ന വചനം നിന്നിൽ നിവൃത്തിയാകും. ഇതാ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1:12 പറയുന്നു, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചുകൊള്ളും. വചനത്തിനകത്തുനിന്ന് ആഴമായി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ അളവില്ലാതെ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആഴമായി വിശ്വസിക്കുന്നു. ഇതാ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ സംഭവിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ വലിയ കരം ചലിക്കാൻ പോവുകയാണ്. അളവിനും അധികമായി എൻ്റെ കർത്താവ് ഇത് ആരെയെ തൊടാൻ പോവുകയാണ്. അസാധാരണമായി ഇതെന്തോ ഒന്ന് ചിലവരെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ മാളിക റൂമിൽ നിങ്ങൾ നോക്കേ, അറിയാം, അവരുടെ മുമ്പിൽ വഴിയടഞ്ഞവരാണ്. അവർ സാഹചര്യങ്ങളിൽ അറിയാം എങ്ങനെയെന്ന് ചോദിക്കേണ്ടവരാണ്. പക്ഷേ അവർ വാഗ്ദത്തത്തിന് വേണ്ടി അറിയാം ദാഹത്തോടെ ആ 120 മാളിക റൂമിൽ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്നവരുടെ വേളിൽ ഇതാ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. 2-ാം അധ്യായം 2-ന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ പദമാണ് ഇന്നത്തെ ഈ മെസ്സേജിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് ഇതേപോലെ ദൈവ സാന്നിധ്യത്തിൽ എൻ്റെ കൂടെ വചനത്തിന് മുമ്പിലിരിക്കുന്ന ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പെട്ടെന്ന് ചിലത് സംഭവിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില വഴിത്തിരിവുകൾ വരാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്നെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറയുന്നു, അറിയാം, പെട്ടെന്ന് അത് വെളിപ്പെടുത്തുന്ന ചില ദൂതന്മാരാണ്. എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതാ ദൂതന്മാർ പെട്ടെന്ന്, ഹല്ലേലൂയ, ജീവിതത്തിനകത്ത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതമായിരിക്കും. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി, അവരിരുന്ന് വീട് മുഴുവൻ നിറച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. ഞാനതിങ്ങനെ ഓരോ പദങ്ങളായി പറയട്ടെ. നിങ്ങൾ ഈ കാത്തിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ആ ദാഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പെട്ടെന്നായിരിക്കും. കാര്യങ്ങൾ തിരിയാൻ പോകുന്നത് പെട്ടെന്നായിരിക്കും. ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോകുന്നത്. കരഞ്ഞു തീരുമെന്ന് ലോകം പറഞ്ഞെടുത്ത് ഇനിയൊരു ഉയർച്ചയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ മുമ്പിൽ ദൈവം പെട്ടെന്ന് ചിലത് ചെയ്യാൻ പോവുകയാണ്. പഴയ നിയമത്തിൽ ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിക്കാവോ, അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്ത് ബെർശേബ മരുഭൂമിയിലേക്ക് തള്ളിവിട്ട ഹാഗാറിൻ്റെ പുറകെ നിങ്ങളൊന്ന് ചെല്ലണം കേട്ടോ. ആ ഹാഗാർ ആ മരുഭൂമിയിൽ ഉഴന്നു നടന്ന് ആ കുഞ്ഞുമായിട്ട് ഇനി ഒരു വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ മരണം കാണാൻ വയ്യാതെ ഒരു കുറുങ്കാട്ടിൻ്റെ തണലിൽ ആ കുഞ്ഞിനെ കിടത്തിയിട്ട് ഒരു അമ്പിൻ പാട് ദൂരത്ത് മാറിയിരുന്ന് നിലവിളിക്കുകയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ, ഹല്ലേലൂയ, ആ കുഞ്ഞിൻ്റെ മരണം കാണാൻ വയ്യാന്ന് പറഞ്ഞു. പക്ഷേ കരഞ്ഞ് തീരുമെന്ന് ലോകം വിധി എഴുതിയെടുത്ത് ഇതാ പെട്ടെന്നൊരു തിരിവ് സംഭവിക്കുകയാണ്. ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു ദൈവശബ്ദവുമായി ദൂതൻ ഇറങ്ങി വരുന്നു. ഹാഗാറെ, നിനക്കെന്ത്? ബാലൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആരെയും നോക്കി ഞാൻ പ്രവചന ശബ്ദം വിളിച്ചു പറയുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പെട്ടെന്ന് ചില വഴികൾ തുറക്കാൻ പോകുന്നു. ഹാഗാറിൻ്റെ കണ്ണ് ദൈവം തുറന്നു. അവളിതാ ആ മരുഭൂമിയിൽ തീരുമെന്ന് പറഞ്ഞെടുത്ത് ഇതാ ദൈവം ഒരു ഉറവ തുറക്കുകയാണ്. ആ ഉറവ ഇന്നും ഒഴുകുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ഉറവ നിന്റെ തലമുറകളിലേക്ക് കൈമാറാൻ പോകുന്നു. അസാധാരണമായ ഒരു അത്ഭുതത്തിൽ തീരുകയല്ല,
അത്ഭുതം തിരിഞ്ഞ ചില അടയാളങ്ങളായി അത് അനുഗ്രഹത്തിന്റെ വാതിലുകളായി അത് നിൽക്കാതെ ഒഴുകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കൈമാറ്റം അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിൽ യാക്കോബിലേക്ക്, യേശുവിന്റെ വംശാവലിയിലെയും അത് തുടരുന്നുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്ക്. അബ്രഹാമിന്റെ അനുഗ്രഹം പ്രാപിപ്പാൻ നീ നിൽക്കുകയാണ്. നിന്റെ മേളിലേക്കും ഇതാ അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാൻ പോകുന്നു. ആത്മാവിൽ സ്വീകരിക്കുക. ഇതാ ഇസ്മായിലിനും ഹാഗാറിനും വേണ്ടി ആ മരുഭൂമിയിൽ ഉറവ തുറന്നവൻ പെട്ടെന്ന് ഇതാ നിനക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങി വരികയാണ്. നിന്റെ ജീവിതത്തെ തിരിക്കുവാൻ, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. സിംഹക്കുഴിയിലേക്ക് ദാനിയേൽ വീഴുന്നതിന് മുമ്പായിട്ട് അവിടെ എത്ര സിംഹങ്ങളുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒന്നിൽ കൂടുതലുണ്ടെന്ന് ഉറപ്പാണ്. ആ സിംഹത്തിന്റെ ഗുഹയിൽ സിംഹങ്ങളുടെ വായടയ്ക്കുവാൻ ദൂതൻ അതിനകത്ത് പ്രത്യക്ഷമായതുപോലെ ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് ചിലവർക്ക് വേണ്ടി പെട്ടെന്ന് സംഭവിക്കാൻ പോവുകയാണ്, പെട്ടെന്ന് നടക്കുവാൻ പോവുകയാണ്. ചിലവരെ ജീവിതം തിരിയാൻ പോവുകയാണ്. ആത്മാവിൽ അതിനെ ഏറ്റെടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. ചിലത് അസാധാരണമായി തിരിയാൻ പോവുകയാണ്. ആത്മാവിൽ ഞാൻ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. സാഹചര്യം നോക്കിയാൽ പ്രതീക്ഷയില്ലാത്ത 120 പേർ വാഗ്ദത്തത്തിന് വേണ്ടി ദാഹത്തോടെ ഇരിക്കുന്നു. അവരുടെ നടുവിലേക്ക് പെട്ടെന്ന് ഒരു കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അവരിരുന്ന സ്ഥലം മുഴുവൻ നിറച്ചു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ശൂന്യതകളെ മാറ്റുന്നൊരു നിറവ്, ഒരു കൊടിയ കാറ്റ് പോലെ ഒരു മുഴക്കം. ഞാൻ ആത്മാവിൽ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരെ ശബ്ദത്തിന് ഭയങ്കര പ്രാധാന്യമാണ്. സ്വർഗത്തിൽ ദൂതന്മാരുടെ ആരാധനയുടെ ശബ്ദം വെളിപ്പെടുകയാണ്. ഇതാ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമോ? ഇതാ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങളെ കൊണ്ടുവരാൻ പോകുന്നു. പുതിയ നിയമത്തിൽ ശ്രദ്ധിച്ചാൽ സ്വർഗത്തിൽ ശബ്ദങ്ങളുടെ ചലനം നടക്കുകയാണ്. അറിയാം, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, ഉച്ചരിച്ചു കൂടാത്ത ആ ശബ്ദങ്ങൾ വെളിപ്പെട്ട് വരുന്നു. ഇതേപോലെ ഇതാ മാളിക റൂമിൽ ഒരു നിറവ് വരികയാണ്. ഓരോരുത്തൻ വ്യത്യസ്ത ഭാഷകളിൽ നിറയുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവരുടെ മേളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സംഭവിക്കുകയാണ്. ചിലവർ ദാഹത്തോടെ പുതിയ ഭാഷകളിലേക്ക് മാറുകയാണ്. ഇതാ വലിയ മുഴക്കത്തോടുകൂടെ ആ വീട്ടിൻ്റെ ഗതിയെ തിരിക്കുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. അസാധാരണമായ ചില ചലനങ്ങൾ ഉണ്ടാകേണ്ടതിനായിട്ട്. അപ്പോൾ നമ്മുടെ ചിന്തയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടെ ആ വീട് മുഴുവൻ നിറയ്ക്കുകയാണ്. ആത്മാവിൻ്റെ നിറവ് സംഭവിക്കുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ, പെട്ടെന്നെന്നുള്ളൊരു പദം ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്. ഈ പെട്ടെന്നെന്ന് പറയുന്നതിൻ്റെ പിന്നിലെല്ലാം ദൂതൻ ചലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ച് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. ഇതാ കല്ലറയ്ക്കലേക്ക് പോകുന്ന 2 സ്ത്രീകൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദൂതൻ പെട്ടെന്ന് കല്ലറയ്ക്ക് മുമ്പിൽ ഇറങ്ങി വരികയാണ്. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലറയുടെ കല്ലുരുട്ടി നീക്കി. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പെട്ടെന്ന് അടച്ച ചില വാതിലുകൾ, അല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്ന ചിലത് ഉരുട്ടാൻ ഇനി മാർഗമില്ല, തുറക്കാൻ ഇനി മാർഗമില്ലെന്ന് പറയുന്ന അടുത്ത് ഇതാ പെട്ടെന്നൊരു വാതിൽ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ ആശ്ചര്യത്തോടെ ഇത് സ്വീകരിക്കുക. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ആർക്കും അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് ദൂതൻ ഇറങ്ങി ഒരു വാതിൽ തുറക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചു. ജീവിതത്തിനകത്ത് ഇതാ ഒരു പുതിയ തലം തുറക്കാൻ പോകുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഹെരോദാവ് യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് കണ്ടിട്ട് അവൻ പത്രോസിനെ പിടിച്ചു. എന്നാൽ ആ രാത്രിയിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്നവരെ, ശ്രദ്ധയോടുള്ള പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ കാണാത്ത ചില വിടുതലുകൾ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി അയക്കാൻ പോവുകയാണ്. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. എൻ്റെ കൂടെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, കർത്താവെ, ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മക്കൾക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോകുന്നു. ദൈവപ്രവൃത്തി കർത്താവ് അയക്കാൻ പോവുകയാണ്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി പെട്ടെന്നൊരു വാതിൽ തുറക്കേണ്ടതിനായിട്ട്, ലോകം അവസാനിച്ചെന്ന് പറഞ്ഞ, അവിടുത്തെ രാജാവായ ഹെരോദാവ് അവസാനിച്ചെന്ന് പറഞ്ഞ അതേ തലത്തിൽ ഇതാ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പത്രോസിൻ്റെ കാരാഗ്രഹത്തിൽ പെട്ടെന്ന് ദൂതൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അവനെ തട്ടി എഴുന്നേൽപ്പിച്ചപ്പോൾ തന്നെ അവൻ്റെ കൈകാലുകളിൽ കെട്ടിയിരുന്ന ചങ്ങല അഴിഞ്ഞു വീണു. ഇതാ അവൻ 1-ാം കാവലും 2-ാം കാവലും കടക്കുകയാണ്. ദൂതൻ അവനെ കൊണ്ടുപോവുകയാണ്. പട്ടണ വാതിൽ അല്ലെങ്കിൽ ഇരുമ്പ് വാതിൽ സ്വതമേ എൻ്റെ മുമ്പിൽ തുറക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് ചില വാതിലുകൾ തുറക്കുന്നത് എനിക്ക് കാണാം. പെട്ടെന്ന് ചില ആത്മതലം തുറക്കുന്നത് കാണാം. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഇതാ നിനക്ക് വേണ്ടി ഇതാ ദീർഘ ദിവസങ്ങൾ ആകാശമണ്ഡലം അടഞ്ഞു കിടക്കുകയാണ്.
മഴ പെയ്യാൻ ഒരു സാധ്യതയില്ല എന്ന് നിൽക്കുമ്പോൾ മുഴങ്കാലിൽ നിൽക്കുന്ന തൻ്റെ ഭക്തൻ ബാല്യക്കാരനോട് പറയുകയാണ്, ഏലിയാവ് പറയുകയാണ്, നീ ചെന്ന് നോക്ക്, മഴയ്ക്ക് സാധ്യതയുണ്ടോ എന്ന്. ഹല്ലേലൂയ. ഇതാ ഒന്നാമത്തെ പ്രാവശ്യം പോയിട്ട് ബാല്യക്കാരൻ നിരാശപ്പെടുത്തുന്ന രീതിയിൽ പറയുകയാണ്, ഒരു സാധ്യതയുമില്ല. എന്നാൽ ഏലിയാവ് വിശ്വാസത്തോട് പറയും, നീ 7 പ്രാവശ്യം ചെന്ന് നോക്ക്. ഇതാ 7ാമത്തെ പ്രാവശ്യം വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ബാല്യക്കാരൻ പറയുകയാണ്, കൈയുടെ മേഘം ഒരടയാളമായി വെളിപ്പെടുന്നു. അടുത്ത പദം ഇതാ ബാല്യക്കാരനോട് പറയാണ്, നീ ചെന്ന് ആഹാബനോട് പറ, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് വേഗത്തിൽ രഥം പൂട്ടി മുമ്പോട്ട് പോകുവാനായിട്ട്. എന്നാൽ ക്ഷണത്തിൽ ആകാശം കറുത്തു, വൻമഴ പെയ്തു എന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് നിനക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കാൻ പോകുന്നു. ക്ഷണത്തിലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മഴയ്ക്കുള്ള സാധ്യത. നീണ്ട നാളുകൾ പ്രാർത്ഥിച്ച, നീണ്ട നാളുകൾ കരഞ്ഞ ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇതാ നിനക്ക് വേണ്ടി ക്ഷണത്തിൽ ചിലത് സംഭവിക്കാൻ പോവുകയാണ്, പെട്ടെന്ന് ചിലത് സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനൊരു കാഴ്ച കാണി. നീണ്ട 12 വർഷമായി രോഗസൗഖ്യമില്ലാതെ വൈദ്യന്മാരെ അടുക്കൽ ഓരോരുത്തരടുത്തും പോയി പരവശയായ ആ സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തുടങ്ങുകയാണ്. ക്ഷണത്തിൽ ശക്തി പുറപ്പെട്ടു, ബാധ മാറി അവൾ സ്വസ്ഥമായി തീരുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കർത്താവിൻ്റെ സ്പർശനം ഇതാ ക്ഷണത്തിൽ നിനക്കൊരു വിടുതൽ കൊണ്ടുവരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ പെട്ടെന്ന് നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇതാ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നാം കാണുകയാണ്, പത്രോസും യോഹന്നാനും ആരാധന സ്ഥലത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരുത്തനെ ആലയത്തിൽ ദിനം പ്രതി ഇരുത്താറുണ്ട്. അവൻ യാചകനാണ്. പക്ഷെ പത്രോസ് അവനെ ഉറ്റുനോക്കി. പത്രോസ് പറയാണ്, വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈക്ക് പിടിച്ച് നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുകയാണ്. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്നവരെ, ക്ഷണത്തിൽ ചില സൗഖ്യങ്ങൾ, ക്ഷണത്തിൽ ചില വിടുതലുകൾ നടക്കാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ ഇങ്ങനെ കാഴ്ച കാണുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ചിലത് വെളിപ്പെടുത്തേണ്ടതിനായി ഇതാ ദൂതന്മാർ ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ മുമ്പിൽ ചിലത് വെളിപ്പെടുത്തേണ്ടതിനായിട്ട് മറിയുടെ അടുക്കലേക്ക് പെട്ടെന്ന് ദൂതൻ ഇറങ്ങി സുവാർത്ത പറയുകയാണ്, നിന്റെ ഉള്ളിൽ ലോകത്തിൻ്റെ രക്ഷിതാവ് ജനിക്കുവാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിച്ച് ക്ഷണത്തിലൊരു ദൈവപ്രവൃത്തിക്കായി എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്, ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. ഇങ്ങനെ വിശ്വസിക്കുന്നു. 18 വർഷമായി കൂനിയായ സ്ത്രീയെ യേശു അടുക്കൽ വിളിച്ചു. അവളുടെ മേളിൽ കൈവച്ചപ്പോൾ അവളുടെ മേലുള്ള രോഗബന്ധനം അഴിഞ്ഞ് ക്ഷണത്തിൽ അവൾ നിവർന്നു. നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചില രോഗസൗഖ്യങ്ങൾ ക്ഷണത്തിൽ സൗഖ്യമാകാൻ പോവുകയാണ്. അത്ഭുതകരമായ ഒരു സ്പർശനം ഇതാ നിങ്ങളുടെ മേളിൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നാളുകൾ കരഞ്ഞ വിഷയത്തിനകത്ത്, നാളുകൾ കാത്തിരുന്നതിനകത്ത്, പഴയ നിയമത്തിനകത്ത് ഒരു ഭക്തൻ രാജാവായ ഹിസ്കിയാവിനെ നമുക്ക് കാണാം. രാജാവിൻ്റെ അടുക്കിലേക്ക് ഇതാ പ്രവാചകൻ വന്ന് യേശയ്യാവ് വന്ന് പറയുകയാണ്, നീ മരിച്ചു പോകും, നിശ്ചയം നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തണം. എന്നാൽ താൻ ഇന്നലകളിൽ ചെയ്തത് ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ചുവരിനോട് മുഖം ചേർത്ത് പിടിച്ച് താൻ ഉച്ചത്തിൽ കരയുമ്പോൾ നടുമുറ്റമെത്തി എന്ന് പറഞ്ഞാൽ ചില സ്റ്റെപ്പുകൾ വെച്ച് യേശയ്യാവിൻ്റെ അടുക്കലേക്ക് ദൈവശബ്ദം ക്ഷണത്തിൽ ഇറങ്ങി വരികയാണ്. തൻ്റെ ദാസനോട് പോയി പറയുക, അവൻ്റെ ജീവിതത്തോട് അല്ലെങ്കിൽ അവൻ്റെ ആയുസ്സിനോട് 15 വർഷം ദൈവം കൂട്ടി എഴുതുകയാണ്. ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയാണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, എവിടെയാണോ നിങ്ങൾ ഹല്ലേലൂയ ഇനി മറുപടിയില്ലെന്ന് പറയുന്നത്, അവിടെ ഇതാ പെട്ടെന്നൊരു അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. പെട്ടെന്നൊന്ന് പറയുമ്പോൾ തന്നെ ഇതാ ദൂതന്മാർ ചലിക്കുന്നത് എനിക്ക് കാണാം. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുക, ഇത് നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്നൊരു അത്ഭുതം സംഭവിക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് ഹല്ലേലൂയ ആ ദൈവപ്രവൃത്തി സംഭവിക്കുമ്പോൾ എന്താണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്നത്? ഹല്ലേലൂയ 2-ാം അധ്യായം നമുക്കറിയാം. പെട്ടെന്ന് ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് വലിയ മുഴക്കമുണ്ടായി, ആ വീട് മുഴുവൻ നിറച്ചു. ആ നിറവ്, ആ വലിയ മുഴക്കം എന്താണ് അതിൽ തുടർന്ന് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, നിങ്ങളിലും പെട്ടെന്ന് ചിലത് സംഭവിച്ചാൽ മറ്റുള്ളവർക്ക് അത് ആശ്ചര്യമാകാം. നമുക്ക് ആ വാക്കുകളൊന്ന് വായിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ വേടുകളാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി, ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. നിങ്ങളിൽ പെട്ടെന്ന് ചിലത് സംഭവിക്കുമ്പോൾ മറ്റു പുരുഷാരം വന്നുകൂടും. ചില സഭകളെ നോക്കി, ചില ദൈവദാസന്മാരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, പെട്ടെന്ന് ചിലത് സംഭവിക്കുകയാണ്. നിന്റെ സഭയിൽ ഒരു തെള്ളിക്കയറ്റം നടക്കാൻ പോവുകയാണ്. അവിടെ ഇങ്ങനെ കാണുന്നത്, ഓരോ ഭാഷയിലും സംസാരിക്കുന്നത് കണ്ട് ചിലവർ അമ്പരക്കാൻ തുടങ്ങി. നിന്നെ കണ്ട്, നിന്റെ മേളിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി കണ്ട് ചിലവർ അമ്പരക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ സ്വീകരിക്ക്. ഞാൻ
ആശ്ചര്യത്തെ കാണുകയാണ്. അടുത്ത വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ 7-ാമത്തെ വാക്യം, എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു, ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ. അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, എല്ലാവരും ഭ്രമിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങളെ കണ്ട് ഭ്രമിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇതേപോലെ അടുത്ത പദം പറയുന്നു, ആശ്ചര്യപ്പെട്ടു, അമ്പരന്ന് പോയി, ഭ്രമിച്ചു പോയി, ആശ്ചര്യപ്പെട്ടു. നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളെ കാണുന്നവർ പെട്ടെന്ന് ചിലത് സംഭവിച്ചാൽ, ഞാൻ ആത്മാവിൽ ഇങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു, നാളുകൾ വിഷമിച്ച, നാളുകൾ ചോദ്യങ്ങളുടെ മുമ്പിൽ നിന്ന ചിലവരിതാ പെട്ടെന്നൊരു ദൈവപ്രവൃത്തിയിലേക്ക് തിരിയാണ്. പച്ചവെള്ളം വീഞ്ഞാകുന്നത് പോലെ, ആ പടക് പെട്ടെന്ന് നിറയുന്നത് പോലെ ഇതാ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഞാനിത് പറയുമ്പോൾ വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു. വാസ്തവമായി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു ദൈവപ്രവർത്തിക്കുക. ഇന്ന് ഈ ദൈവദാസനോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നൊരു വഴിത്തിരിവിനായി ആ ജോലി നഷ്ടപ്പെട്ട നിനക്ക് വേണ്ടി ഇതാരും പുത്തൻ വഴി തുറക്കാൻ പോകുന്നു. നീണ്ട നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിനക്ക് വേണ്ടി വിവാഹത്തിൻ്റെ വാതിൽ തുറക്കാൻ പോവുകയാണ്. നിൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി അസാധാരണമായി യാത്രയുടെ വാതിലുകൾ തുറക്കാൻ പോകുന്നു. നിന്റെ ജീവിതത്തിനകത്തെല്ലാം തീർന്നത് പറഞ്ഞെടുത്തത് ഇതാ കട്ടിലയിൽ നിന്ന് പത്രോസിൻ്റെ അമ്മായിയമ്മ കൈപിടിച്ചു എഴുന്നേൽപ്പിക്കുന്നത് പെട്ടെന്ന് നമ്മൾ സൗഖ്യമായി എഴുന്നേൽക്കുകയാണ്. നിനക്ക് മുമ്പിൽ ശുശ്രൂഷകൾ വരാൻ പോകുന്നു. നിന്റെ ജീവിതത്തിനകത്ത് അടഞ്ഞത് തുറക്കപ്പെടാൻ പോവുകയാണ്. സാക്ഷിയാണ് ദൈവം എനിക്ക് എൻ്റെ മകൾക്കും സൗഖ്യം തന്നത്. എൻ്റെ മോൾക്ക് 2-3 മാസം കൊണ്ട് പനിയും ജലദോഷമായിരുന്നു. ഹോസ്പിറ്റലിൽ എത്ര പ്രാവശ്യം കയറി ഇറങ്ങി ടെസ്റ്റുകളെല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അങ്ങനെ മോൾക്ക് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ്ട് ഇടത്തെ മോക്കിൽ നിന്നാണ്ട് ബ്ലഡ് വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ നരമ്പ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്ററിന് ഞാൻ അപ്പോഴും തന്നെ മെസ്സേജ് ഇട്ട്, പാസ്റ്റർ എൻ്റെ മോളെ ഇടത്തെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണേന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു. പാസ്റ്റർ അപ്പോഴും തന്നെ പ്രാർത്ഥിച്ചപ്പോൾ ആ ബ്ലഡ് അങ്ങ് സ്റ്റോപ്പായി. ദൈവം ഇത്രത്തോളം വലിയൊരു സൗഖ്യമാണ്, ഒരു വിടുതൽ അത്ഭുതമാണ് എൻ്റെ മകൾക്ക് വേണ്ടി ചെയ്തത്. അതേപോലെ ഇന്നലെ ഇവിടെ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴും എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. നടുവിൻ്റെ അവിടെ ഭയങ്കര അസ്വസ്ഥയും ബുദ്ധിമുട്ടായി വന്നോടെ ഞാൻ ഇരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇവിടെ വർഷിപ്പ് നടന്ന സമയത്ത് എനിക്ക് എണീച്ച് ആരാധിക്കാൻ വയ്യ. എന്നിട്ടും ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ഞാൻ ഉപവാസം എടുത്ത് വന്നതല്ലേ ദൈവമേ, എനിക്കൊരു വിടുതൽ എനിക്ക് കിട്ടിയേ തീരത്തുള്ളൂ പറഞ്ഞ് ഞാൻ വെല്ലുവിളിച്ച് ആ രാവിലത്തെ ആ പാസിൻ്റെ ആ മെസ്സേജിലൂടെ എനിക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകത്തിലൂടെ എൻ്റെ നടുവിൻ്റെ ബാക്കിൽ നിന്ന് എന്തോന്നാ ഒന്ന് പറഞ്ഞു മാറുന്നതാണൊക്കെ എനിക്ക് അനുഭവപ്പെട്ട് ദൈവം അത്രത്തോളം സൗഖ്യം തന്നു. അതേപോലെ എൻ്റെ നെഞ്ചിൻ്റെ വലത്ത് ഭാഗത്ത് ഭയങ്കര ശ്വാസം കണക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതും എനിക്ക് ദൈവം തൊട്ട് എനിക്ക് സൗഖ്യമാക്കി തന്നു. അതേപോലെ പിന്നെ മോക്ക് ആസ്മയുടെ രോഗമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പം കഫം പഴുത്ത് അങ്ങനെ ഡോക്ടർ പറഞ്ഞ് മിഷൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ ശരീരമാണെങ്കിൽ ആ പിന്നെ സ്പ്രേയുടെ ആവശ്യമില്ല, ദൈവത്തിൻ്റെ ശ്വാസം തന്നെ ആ ശരീരത്തിന്മേൽ പകരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ സ്പ്രേ യൂസ് ചെയ്യേണ്ട അവസ്ഥ ദൈവം അതിന് വഴി ഒരുക്കിയില്ല. സഭയ്ക്കും പാസ്റ്ററിനും ഞാൻ കോടാനുകോടി നന്ദി പറഞ്ഞു. കണ്ണുകൂടെ നടക്കാം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. നാളുകൾ കരഞ്ഞ, നാളുകൾ ഭാരപ്പെട്ടതിനകത്ത് പെട്ടെന്നൊരു ദൈവപ്രവൃത്തി സംഭവിക്കുന്നതിനായി നന്ദി. ദൈവമേ, അങ്ങ് കടക്കാരനല്ലെന്നുള്ളത് തെളിയിക്കണമേ. യേശുവെ, തിരുരക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവിനെ ചെയ്തു കഴിഞ്ഞാനായി നന്ദി. യേശുവെ പൂർണ്ണമായി ഞാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ യേശു കടക്കാരനല്ലെന്ന് പറയുവാൻ, എൻ്റെ ദൈവം പ്രവർത്തിച്ചെന്ന് പറയാൻ തക്കവണ്ണം കർത്താവെ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാക്കണമേ, ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാക്കണമേ. യേശുവെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഓരോ മക്കൾക്കും, ഇന്നെന്നെ കണ്ടുകൊണ്ടിരുന്ന ഓരോ മക്കൾക്കും പെട്ടെന്ന് ദൈവത്തിൻ്റെ കരം ചലിക്കുകയാണ്. ചില കുടുംബങ്ങളിൽ വലിയ സന്തോഷം, വലിയ സമാധാനം വെളിപ്പെടുന്നു. പെട്ടെന്ന് ആ വിടുതൽ സംഭവിച്ചതിനായി നന്ദി. പെട്ടെന്ന് ആ ദൈവപ്രവൃത്തി നടന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ മെയ് മാസം 2-3 തീയതികളിൽ എറണാകുളം സഭയിൽ വെച്ച് ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ ആയിരിക്കുന്നു. നിങ്ങൾ കടന്നു വരണം, ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ 8, 9, 10 തീയതികളിൽ 3 ദിവസം കണ്ടിന്യൂ ആയി കൊല്ലത്ത് പ്രയർ നടക്കുകയാണ്.
3 ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കുന്നത്. എവിടെ നിന്നാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ കടന്നു വരണം. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് അറിയാം. തൃശ്ശൂരിൽ എറണാകുളത്തുനിന്നോ തിരുവനന്തപുരത്തുനിന്നോ കൊല്ലത്തുനിന്നോ ഒക്കെ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാം. നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങൾ വിളിച്ചാട്ടെ, പ്രാർത്ഥിക്കാം. വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കും. ദൈവത്തിൻ്റെ കരുതൽ കാണാൻ പോവുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് മിസ്സാകുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പാസ്റ്റർ റോയ് ഹെൻറി എന്ന ആ ചാനലിലേക്ക് നിങ്ങൾ കയറുകയും ഇൻസ്റ്റഗ്രാമിലേക്കും ഒക്കെ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ കയറുക. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കാൻ പോകുന്നു. ദൈവപ്രവൃത്തിക്കായി നമുക്ക് ഒരുമിക്കാം. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ.